മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയോട് കരുണ കയർത്തിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു അന്തസ്സുള്ള ഒരു ഭർത്താവിനെയാണ് ആഗ്രഹിച്ചത്, അല്ലാതെ ഒരു ഗുണ്ടയും കള്ളനുമായ ഒരു ഭർത്താവിനെയല്ല ആഗ്രഹിച്ചത്. അതുകൊണ്ട് എനിക്കിനി തന്നെ സ്നേഹിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയും, എടാ മോനെ, എല്ലാത്തിനും ഒരു മറ വേണ്ടേ, ഞാനും ഇതൊക്കെ ചെയ്തിരുന്നതാണ്, പക്ഷേ അതാരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ നീ ഇത് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു മറ വേണ്ടേ, ഇതിപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, മോൻ പോയി മോളെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറയണം കേട്ടോ. ഉണ്ണി ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശി പറയും, അത് വേണം, മോളെ പോയി സമാധാനിപ്പിക്കാൻ അപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത്, നീ പോ എന്ന് പറഞ്ഞ് പ്രതാപം ഉണ്ണിയെ കരുണയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവളെ ഒരു വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടിട്ടാണ്, അവളൊരു വിധവയെ പോലെ ഇവിടെ ഇരിക്കണം, അതുകൊണ്ട് അവളുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മ ഉണ്ണിയെ കൊച്ചാക്കി സംസാരിക്കരുത് എന്നിങ്ങനെ പ്രതാപം പറയുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണിയുടെ അടുത്തേക്ക് കരുണ പോയതും കരുണ അങ്ങനെ ഉണ്ണിയെ കണ്ടതും ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേൽക്കണം കേട്ടോ. തന്നെയല്ലേ ഞാൻ കണ്ടുപോകരുത് എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ താനിങ്ങനെ വന്നത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഭർത്താവിനൊരു വിഷമം വരുമ്പോൾ ഭാര്യ കൂടെ നിൽക്കണ്ടേ എന്നിങ്ങനെ പറയാണ്. അതിന് ഭർത്താവിനൊരു വിഷമം വരുമ്പോഴോ ഇപ്പോഴും ഞാൻ അവളുടെ മുൻപിൽ ഞാൻ തോറ്റിട്ടാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറയണം. ഇങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇപ്പോഴും അവർ തന്നെയാണല്ലോ ജയിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അതെ, അവർ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. സമയം കരുണ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഉണ്ണിയോട് ഇങ്ങനെ പറയണം കേട്ടോ, ഞാൻ വരാം, അവർ രണ്ടുപേരിൽ ഒരാളെ ആക്ക്, എന്നതിന് ശേഷം ഞാൻ വരണം. ഇപ്പോഴും അവളാണ് അന്തസ്സായി ജീവിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ വിവാഹം വരെയും ഞാൻ നന്നായി ജീവിച്ചുള്ളൂ, അതിനുശേഷം ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ എവിടേക്കാണ് വരുന്നത്? കണ്ണേട്ടൻ്റെ കരുണയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വരുന്നത്? ഞാൻ വരില്ല. അവരെ വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇനി നടക്കും കൂടി ചെയ്താൽ പിന്നെ ആലോചിക്കാനേ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഏതായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോകട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല തീരുമാനിച്ചേക്കും, ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതുവരെ അതിന് നിന്നിരുന്നില്ല, പക്ഷേ ഇനി അയാൾ നടന്നു വരില്ല, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഞാൻ വരും, ഞാൻ രണ്ടിലൊന്നാക്കിയിട്ട് ഇനി ഞാൻ വരുള്ളൂ നിന്നെ വിളിക്കാൻ എന്നിങ്ങനെ കരുണയോട് ശപഥം ചെയ്യും പോലെ പറയണുണ്ട്. കരുണയും പറയുന്നുണ്ട്, എനിക്ക് ഇന്നിട്ട് കണ്ടാൽ മതി, അതിനു മുൻപ് എനിക്ക് കാണണ്ട നിങ്ങളെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണി ദേഷ്യത്തോടു കൂടിയിട്ടാണ് കമലേശ്വരത്തേക്ക് വരുന്നത്. അതേസമയം മഹിയും കണ്ണനും കൂടി ഇറങ്ങി വരികയാണ്. ദുർഗയും മഞ്ജുവും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എന്താ നിങ്ങളുടെ ആൾ വന്നില്ലേ എന്നിങ്ങനെ കണ്ണൻ ചോദിക്കണം കേട്ടോ. എന്നാലും ശരി, കണ്ണേടൻ ചെയ്തത് തീരെ ശരിയായില്ല എന്ന് മഞ്ജു പറയാണ്. എന്തായാലും അനിയനല്ലേ, ഒന്ന് പോവേണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അതേസമയം ഉണ്ണി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഉണ്ണി ഇങ്ങനെ വന്നതും ദേഷ്യത്തോടു കൂടി വരികയാണ്. അത് കണ്ണൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്നായാലും മാറി താമസിക്കണമെന്ന് പറഞ്ഞില്ലേ, ഏതായാലും മാറി താമസിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കണം, ഇപ്പം നീ മാറി താമസിച്ചിരുന്നെങ്കിൽ നന്നായി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദുർഗ പറയും, എന്താണ് നീ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും നീ ഇങ്ങനെ പറയണം, നിങ്ങളുടെ ആങ്ങളമാരെന്തായാലും രക്ഷിച്ചല്ലോ, നിന്നെ എന്തായാലും രക്ഷിക്കാൻ ഞാൻ വരില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം. ഇനി നിനക്ക് മേഘന അവിടെ ജോലി ഒഴിവായി, അതേപോലെ തന്നെ നിന്നെ ഞാൻ എൻ്റെ അനിയനായ കാരണം ഞാൻ ജോലി ഒഴിവാക്കണില്ല എന്നിങ്ങനെ പറയാണ്. എന്തായാലും ശരി, നിൻ്റെ മുകളിലൊരു ആൾ നിന്നെ നിയന്ത്രിക്കാനുണ്ടാകും എന്നിങ്ങനെ പറയുകയാണ്. അതെനിക്ക് വേണ്ടായിരുന്നല്ലോ, എന്തിനാ അതത്ര കരുണ നീ തന്നത് എന്നിങ്ങനെ പറയണ്. അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഒരു അനിയനാണ്, ഏട്ടനോട് പറയാൻ പാടാത്ത കാര്യങ്ങളാണ് പറയുന്നത്, അത് നീ ആദ്യം സൂക്ഷിച്ചോ എന്നിങ്ങനെ പറയണം. നീ എന്തായാലും പ്രായിട്ടാണല്ലോ, നീ വന്നു കയറിയപ്പോൾ മുതൽ ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ പറയണം. അതെ, അവൾ വന്നു കയറിയപ്പോൾ തന്നെ തുടങ്ങിയത്, ഈ കുടുംബത്തിലെ ഒരു സമാധാനം സ്വസ്ഥതയും തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് അവൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു സമാധാനം സ്വസ്ഥതയും തരുന്നത് എന്നിങ്ങനെ പറയണം. അതേസമയം ഉണ്ണിയോട് ദേഷ്യപ്പെടാൻ പോവുകയാണ് കണ്ണൻ. വേണ്ട കണ്ണേട്ടാ, എന്തായാലും ദേഷ്യപ്പെടണ്ട, ഞാൻ എന്തായാലും അമ്പലത്തിൽ പോവുകയാണ് എന്നിങ്ങനെ പറയണ്. ദുർഗ അത് കേൾക്കുമ്പോൾ തന്നെ പറയാം, നീ അമ്പലത്തിൽ പോയി പ്രായ ഞങ്ങളെല്ലാം എങ്ങനെ ആക്കി എന്നിങ്ങനെ പറയണം. ഞാനേ അമ്പലത്തിൽ പോകുന്നത് അതിനൊന്നുമല്ല, എൻ്റെ കണ്ണേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയും, ആ കണ്ണേട്ടൻ്റെ പൾസ് നീയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അതേടി, ഒരു ഭർത്താവിൻ്റെ പൾസ് ഭാര്യ തന്നെ ആയിരിക്കണം, എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ എന്നിങ്ങനെ മഹി ചോദിക്കുകയാണ് കേട്ടോ. ഏതായാലും ശരി, കണ്ണേട്ടൻ ഒന്നിനും വഴക്കനൊന്നും നിൽക്കണ്ട, അവരെന്തോ പറഞ്ഞോട്ടെ, ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറയും. അമ്പലത്തിൽ പോകുന്നതേ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകണ കണ്ണേട്ടൻ്റെ കാര്യം തീരുമാനിക്കുക, അല്ലാതെ അവിടെയുള്ളവരെ നിങ്ങളെ പ്രാകണം വേണ്ടിയിട്ടല്ല അവിടെ ദൈവം ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ തന്നെ മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോവുകയാണ്. അതേസമയം മോഹിനി അവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഭർത്താവായിട്ടാണ് ഈ കാരണം ആ മോൻ ഇങ്ങനെ ആയത്, അതേ
അതുകൊണ്ട് ദേവി ആ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എൻ്റെ മോനെ എണിച്ച് നടക്കാനാക്കണേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണ്ട. അതേസമയം ലേഖി മഹാലക്ഷ്മിയും കൂടി അമ്പലത്തേക്ക് വരികയാണ് കേട്ടോ. അതാ അമ്മ. ലേഖ ഒരിക്കലും എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് എൻ്റെ അമ്മ എന്നിങ്ങനെ പറയണം. ഞാൻ ഫോട്ടോത്തിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയണ്. അതോടുകൂടിയിട്ട് മോഹിനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. മോഹിനി ഇങ്ങനെ പറയും, എനിക്ക് ലേഖയെ അറിയാം, മോൾ ഫോട്ടോ അയച്ചു തന്നിട്ടല്ല മരുമാൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുക. അതെ, എൻ്റെ മരുമോൻ ഓടിച്ചാടി നടക്കുകയും അവനൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും ഈശ്വരൻ നടത്തി തരും എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം ലേഖയും പറയുന്നുണ്ട്, ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്, കണ്ണേട്ടൻ എന്തായാലും എഴുന്നേറ്റ് നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിങ്ങനെ പറയണത്. അതിനുശേഷം വീണ്ടും അവർ 3 പേരും കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. അതേപോലെ തന്നെ വാമദേവൻ ഓടിപ്പോയി മേഘനോട് പറയുന്നുണ്ട്, മോനെ നാളെ അവരെന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും പോട്ടെ, എന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് പോകട്ടെ, എങ്കിലല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അവൻ എന്തായാലും നടന്നു വരില്ല, അവൻ എന്തായാലും കിടന്ന് തന്നെ വരുള്ളൂ, അവൻ എന്തായാലും ആംബുലൻസിൽ കിടന്ന് തന്നെ വരും എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം മേഘന ഒരു കള്ളച്ചിരിച്ചിരിക്കുകയാണ് കേട്ടോ.